നടി ശ്വേതാ മേനോനെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. സഹിൻ ആന്റണി ഉണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ആരുടെ പരാതിയിൽ എന്താണ് കേസെടുത്തിരിക്കുന്നത്? ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ? സംഗീത, ശ്വേതാ മേനോനെതിരെ പ്രധാനമായിട്ടും ജാമ്യമില്ലാ വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് IT ആക്ട് തന്നെയാണ്. IT ആക്ട് പ്രകാരമാണ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. മാർട്ടിൻ മാനാശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തി നൽകിയ പരാതിയിലാണ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇവർ സിനിമയിൽ അശ്ലീലമായി അഭിനയിച്ചു, അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയായിരുന്നു നടി ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അടക്കം അഭിനയിക്കുന്നു, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മാർട്ടിൻ മാനാശ്ശേരി എറണാകുളം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു, ഹർജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിനോട് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയതും. ഇത് പ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഗീത, സഹീന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഏത് ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്? ഇതൊരു കേസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? മറ്റ് ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണുള്ളത്? അതായത് ഇതിൽ ഇൻഫർമേഷനിൽ തന്നെ പറയുന്നത്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രതി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടും കരുതലോടും കൂടി സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും മറ്റുള്ളവർക്ക് അറപ്പുളവാകുന്ന വിധത്തിൽ നഗ്നതയോടെ അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ച് വൾഗറായ സെക്സ് സിനിമാ നടിയാണെന്ന കുപ്രസിദ്ധി ദുരുപയോഗം ചെയ്ത് കച്ചവടം നടത്തി വരുമാനം ഉണ്ടാക്കുന്ന എന്ന കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശരി സഖിൻ, എന്താണെങ്കിലും ശ്വേതാ മേനോനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയിന്മേലാണ് കേസ്.